നമസ്കാരം. അടിപൊളി, സൂപ്പർ ഡ്യൂപ്പർ. ഇങ്ങനെ തന്നെ ചെയ്യണം, മനസ്സിലായി? ഇങ്ങനെ തന്നെ ചെയ്യണം. ഇമാതിരി തെണ്ടിത്തനം ഇങ്ങനെ തന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് വേണ്ടി 5 തവണ IPL കിരീടം കൊണ്ടുവന്നവനോട് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. സത്യം പറഞ്ഞാൽ സൂപ്പർ ആയിട്ടിരിക്കുന്നു. ഈ അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇന്ന് മുംബൈ ഇന്ത്യൻസ് കാണിച്ചത്. നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട്, നിങ്ങളെ വളർത്തിയ, നിങ്ങളെ ചവിട്ടി എറിഞ്ഞുകൊണ്ട് അപ്പുറത്ത് പണം നോക്കി ഈ പറഞ്ഞ ക്യാപ്റ്റൻസി നോക്കി മോഹിച്ച് ഗുജറാത്തിൽ പോയി കളിക്കുകയും അവിടെ വെച്ച് മുംബൈ ഇന്ത്യൻസിനെ വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയുകയും ചെയ്തവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ച് ഒരു നാണവും മാനവും ഇല്ലാതെ ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യയെ തിരിച്ചു വിളിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി 5 തവണ IPL കിരീടം കൊണ്ടുവന്ന നിങ്ങളോടത്ത് ലോഹലായി, നിങ്ങളോട് വളരെ ആത്മാർത്ഥതയോടുകൂടി നിന്ന് കളിച്ച, ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ടീമിലേക്ക് നിന്ന രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് നിങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളെ തന്തയ്ക്ക് വിളിച്ചു പോയ അവനെ തിരിച്ചെടുത്തിട്ട് യമനെ മാറ്റുക. വെരി ഗുഡ്. ഇതിനപ്പുറം ആ രോഹിത് ശർമ്മ എന്ന് പറയുന്ന പ്ലെയറിനോട് ഇനി ചെയ്യാനില്ല. ഇമാതിരി തെണ്ടിത്തനം, ഇമാതിരി തന്തയില്ലാത്തനം ചെയ്യാനില്ല. ഈ പറയുന്ന ആരാണ്? ഈ ഹാർദിക് പാണ്ഡ്യ ആരാണ് കോപ്പനവനെ? എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ. എനിക്ക് ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അതിൽ മെയിനായിട്ട് രോഹിത് ശർമ്മ ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് ഇഷ്ടമാണ്. പക്ഷെ ഇനി തൊട്ട് ഞാൻ അവന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി നോ മോർ സപ്പോർട്ട്. കാരണം അത് അത്രയ്ക്ക് തെണ്ടത്തിനായിപ്പോ നിങ്ങൾ കാണിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന രോഹിത് ശർമ്മയെ മാറ്റാം. ശരിയാണ്, രോഹിത് ശർമ്മ കഴിഞ്ഞ 1-2 സീസണുകളിലായി രോഹിത് ശർമ്മയുടെ IPL കരിയർ വളരെ മോശമാണ്. ആസ് എ പ്ലെയർ, ആസ് എ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ക്യാപ്റ്റൻസി കുറ്റമതിന്റെ കാര്യമില്ല, 5 തവണ കൊണ്ടുവന്നിട്ടുണ്ട്. ആസ് എ പ്ലെയർ, ആസ് എ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ആവറേജ് വളരെ മോശമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രോഹിത് ശർമ്മയോട് ചോദിച്ചിട്ട് അവിടെയുള്ള ഒരുത്തരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബുംറയുണ്ട്, ഈ പറയുന്ന ആരാണ് നമ്മുടെ സ്കൈ ഉണ്ട്. ഇവരെ ആരെങ്കിലും പിന്നീട് നിങ്ങൾക്ക് മാറ്റാം. പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, രോഹിത് ശർമ്മയ്ക്ക് ഇപ്പം ബാറ്റിംഗ് ശരിയല്ല, അല്ലെങ്കിൽ ഫോം ഔട്ടാണ്. അവിടെ ഈ പറയുന്ന ആരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ കളിക്കുന്ന സ്കൈ ഉണ്ട്. സ്കൈ ഇന്ത്യൻ ടീമിൽ ഇപ്പൊ എന്താണ് നമ്മുടെ T20 ക്യാപ്റ്റനാണ്. സ്കൈ ഉണ്ട്, ബുംറയുണ്ട്. അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവരെ എന്താ പറയുന്നത്, ഈ പറയുന്നത് നമ്മളെ പൈസയ്ക്കാണ് ഞാൻ പണം കൊടുത്ത് വാങ്ങി, നീ ഞാൻ പറമ്പളെ കേട്ടാ, ഞാൻ നിനക്ക് പണം തന്ന് പിന്നെ വാങ്ങിച്ചേന്, നീ അതുപോലെ കേട്ടാ മതി എന്നതുപോലെ ഒരു എന്താ പറയുന്നത് ഒരു എച്ചില് പോലെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ ഇവിടെ നിന്ന് കൊഴുത്ത് വളർത്ത് നിങ്ങൾ വളർത്തി വലുതാക്കി അവൻ പണത്തിന്റെ ഹുങ്ക് കൊണ്ടും അഹങ്കാരം കയറിയും ഈ പറഞ്ഞ അല്പം ഐശ്വര്യം കിട്ടുമ്പോൾ പാതിരാത്രി കൊട പിടിക്കുന്നുണ്ട്. അതേ സ്വഭാവം കാണിച്ചിട്ട് മറ്റടുത്ത് ചേക്കേറി അവിടെ നിന്നുകൊണ്ട് അഹങ്കാരം മൂത്ത് തന്നെ വളർത്തിയ ടീമിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന തരത്തിലുള്ള, എന്നുവെച്ചാൽ മുംബൈ ഇന്ത്യൻസ് അല്ല ടീമിന് ഉണ്ടാക്കുന്നത്, അല്ല പ്ലേയേഴ്സിന് ഉണ്ടാക്കുന്നത്, പ്ലേയേഴ്സാണ് മുംബൈ ഇന്ത്യൻസിന് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നിങ്ങൾ പുറത്താക്കിയ ഈ പറയുന്ന രോഹിത് ശർമ്മയാണ് പറഞ്ഞത് മുംബൈ ഇന്ത്യൻസിനാണ് പ്ലെയറുകളെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞവനെ മാറ്റിയിരുത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞവനെ ചവിട്ടി എറിഞ്ഞുകൊണ്ട്, ഇവിടെ നിന്ന് നിങ്ങൾ തന്തയ്ക്കും വിളിച്ചിട്ട് ഇറങ്ങിപ്പോയവനെ തിരിച്ചു വിളിച്ചുകൊണ്ട് നിന്റെയൊക്കെ അവന്റെയൊക്കെ ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കാനുള്ള നിങ്ങൾ കാണിച്ച ആ ചങ്കൂറ്റുണ്ടല്ലോ, വെരി ഗുഡ്. എന്ത് തേങ്ങ കണ്ടിട്ടാടാ ഒരു വികലാംഗൻ? എടാ അവൻ വികലാംഗനാണ്, ഫിറ്റ്നസ് പോലും റെഡിയല്ല, പണത്തിന് വേണ്ടി എവിടെ. ഇപ്പൊ മനസ്സിലായല്ലോ അവന്റെ ആത്മാർത്ഥത എന്താണെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ത് കണ്ടിട്ടാണ് എടുത്തത്? ഈ പറയുന്ന ഇവിടെ നിന്ന് പണം മോഹിച്ച്, ക്യാപ്റ്റൻസി മോഹിച്ച് നേരെ ഗുജറാത്തിലേക്ക് പോയി അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടുത്തെ ആത്മാർത്ഥത കണ്ടല്ലോ. ഇവിടെ നിങ്ങൾ പണം കൂടുതൽ കൊടുത്തപ്പോൾ നേരെ അവിടെ നിന്ന് ചാടി ഇവിടെ വരും. അടുത്ത പ്രാവശ്യം അത് തന്നെ ചെയ്യും. നിങ്ങളെ ചവിട്ടി തേച്ചിട്ട് പോകും. അമ്മയുടെ 8 നിലയിൽ നിങ്ങൾക്ക് പൊട്ടണം. മുംബൈ ഇന്ത്യൻ തന്നെ 8 നിലയിൽ നിങ്ങൾക്ക് പൊട്ടണം. അതിനൊക്കെ കണ്ടുപിടിയുടെ CSK കണ്ടുപിടി. വർഷങ്ങളായി ഇവൻ തന്നെയാണ് ക്യാപ്റ്റൻ, മനസ്സിലായി? എന്തോ ആയിക്കോട്ടെ, ധോണി 5 തവണ അവനും കൊണ്ടുവന്നു. ഈ പറഞ്ഞ ബാംഗ്ലൂരിനെ കണ്ടുപിടി, വിരാട് കോഹ്ലി ഒരു കപ്പ് പോലും എടുത്തിട്ടില്ല. മാറ്റിയിട്ടുണ്ടോ? ഇല്ല. അത് വിരാട് കോഹ്ലി ഒരിക്കൽ മാറി വന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ മാറിയുന്നു. അങ്ങനെ ഒരു പരിഗണന കൊടുക്കുക. ഈ പറയുന്ന എത്രയോ വർഷങ്ങളായി മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ എണ്ണം കുറച്ചെങ്കിലും സന്മനസ്സുള്ളവൻ സപ്പോർട്ട് ചെയ്യില്ല. ഒരു രോഹിത് ശർമ്മ T20 വലിയൊരു ആളാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മാറ്റുന്നതിന് ഒരു രീതിയുണ്ട്, മനസ്സിലായോ? ഒരിക്കലും രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് നിങ്ങളെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ മോശം പറഞ്ഞുകൊണ്ട്, നിങ്ങളെ ചവിട്ടി തേച്ചുകൊണ്ട്, നിങ്ങളെ പോടാന്ന് പറഞ്ഞുകൊണ്ട് പണത്തിന് വേണ്ടി ചേക്കേറിയവനെ തിരിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുവന്ന് രോഹിത് ശർമ്മ അത് ഒട്ടും ശരിയായിട്ടല്ല.
ഒട്ടും ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ മുടിഞ്ഞോട്ട് പോകുമെന്ന് എനിക്ക് പറയാനുള്ളൂ. മുംബൈ ഇന്ത്യൻ ഈ പ്രാവശ്യം മുടിഞ്ഞോട്ട് ഈ പറയുന്ന ലീഗ് പിന്നീട് ഇതിൽ തന്നെ ഔട്ടാവണം. എനിക്ക് അത്രേ പറയുള്ളൂ. വളരെ ദണ്ഡത്തിനമായി വളരെ തന്തയില്ലാത്തവരെന്ന് ഞാൻ പറയും. തന്തയില്ലാത്തവരാണ്. രോഹിത് ശർമ്മയ്ക്ക് എന്താ അവൻ എന്ത് ചെയ്യാൻ അവിടെ ക്യാപ്റ്റനായിട്ട് അവിടെ ഗുജറാത്തിൽ പോയി ഭയങ്കര വളർത്തിയെന്നാണ്. ആ നെഹ്റ ഉള്ളത് കൊണ്ട് ഗുജറാത്തിൽ നിന്ന് ജയിച്ചു, മനസ്സിലായോ? ഒരു ഫൈനൽ ജയിച്ചു, ഒന്നിന് ഫൈനലിൽ വന്നു, അടുത്ത ഒരു ട്രോഫി എടുത്തു. ആ ട്രോഫി എടുത്തതിന് ശേഷമാണ് ഇവനെ നേരെ കൊണ്ടത് ഇന്ത്യൻ T20 ക്യാപ്റ്റനായി കൊടുത്തത്. അപ്പോൾ അതും കൂടി കൊണ്ടു ഇവൻ എന്തോ മറ്റാ തേങ്ങയെന്നാണ് അവന്റെ വിചാരം, മനസ്സിലായോ? അവനൊരിക്കലും വിരാട് കോഹ്ലിയെ പോലെ ആവില്ല, രോഹിത് ശർമ്മയെ പോലെ ആവില്ല, പിന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിലെ ധോണിയെ പോലെ ആവില്ല, പിന്നെ ഇന്ത്യൻ ടീമിൽ അങ്ങനെയുള്ള ലെജൻഡിലെ പോലെ ഒന്നും ആവില്ല. അവനൊരു ആവറേജ് പ്ലെയർ, ഒരു ഓൾറൗണ്ടർ, എറിയാനും ബാറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ഓൾറൗണ്ടർ വേറെ ആരും വന്നില്ല, അത്രയേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് വന്നില്ല. നമ്മുടെ ഇന്ത്യൻ ടീമിൽ T20 ക്യാപ്റ്റൻ കൊടുത്ത് നമ്മളെ കണ്ട് ഓടിയിടന്ന് ഇന്ത്യ തോറ്റത്, മനസ്സിലായോ? ഓടിയിടന്ന് തോറ്റത്, അവൻ ബൗളിംഗ് കൊടുത്തതും അവന്റെ അഹങ്കാരവും അവന്റെ മുഖത്തിലുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അഹങ്കാരം, കാലിന്റെ ഈ പറയുന്ന നഖത്തിന്റെ ഇടയിൽ വരെ അഹങ്കാരമുള്ള ഒരു തെണ്ടിയാണ് അവൻ, ഈ പറയുന്ന പിന്നീട് ഹാർദിക് പാണ്ഡ്യ. എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടും. പിന്നെ ഒരു ഓൾറൗണ്ടർ എന്ന് നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് സഹിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് 5 തവണ നിങ്ങളെ വാനോളം ഉയർത്തിയ, 5 തവണ നിങ്ങൾക്ക് വേണ്ടി ട്രോഫി നേടിത്തന്ന, ഇപ്പോ വേൾഡ് കപ്പ് പിന്നെ വൺ ഡേ വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനൽ വരെ വീരോചിതമായി ഫൈനൽ വരെ എത്തിച്ച ക്യാപ്റ്റൻ, ഒരൊറ്റ കളിയാവാൻ തോറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ ഈ പറഞ്ഞ ആരും എഴുത്തള്ളാനൊന്നും പോകുന്നില്ല. ഒരൊറ്റ കളിയെ തോറ്റില്ല. അവനെ എടുത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഇവിടെ കുറ്റം പറഞ്ഞ് തന്തയ്ക്കും വിളിച്ചിട്ട് പോയവനെ തിരിച്ചു കൊണ്ടുവന്ന് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് വേണ്ടാൻ. ഇതിനപ്പുറം എന്താണ് ഇതിനപ്പുറം പണം. അവരെ ഞാനല്ലേ പണം ഉണ്ടാക്കുന്നത്, ഞാൻ തീരുമാനിക്കുക ആരെ ക്യാപ്റ്റൻ ആക്കണം. അങ്ങനെ തന്നെ തീരുമാനിച്ചു. പക്ഷെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നാളെ നിനക്കൊക്കെ ഇത് തന്നെ വരും. ഇതേ അവസ്ഥ തന്നെ എനിക്ക് വരും. എനിക്ക് ഈ പറയുന്ന ഈ രോഹിത് ശർമ്മയ്ക്ക് ഇവിടുന്ന് ഓസ്ട്രേലിയയിലോട്ട് പോകാനുള്ള അവസരമുണ്ട്. എനിക്ക് അതിനെപ്പറ്റി വളരെ ക്ലിയർ ഇല്ല, അറിഞ്ഞൂടാ. എനിക്കൊന്ന് രോഹിത് ശർമ്മ മിക്കവാറും ഈ പറയുന്ന ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യയുടെ അണ്ടറിൽ ഇതുവരെയായിട്ടും രോഹിത് ശർമ്മ കളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കളിക്കാൻ പോണത്, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന പണത്തിന്റെ ഹോക കാണിക്കുന്നത് തെണ്ടിത്തന്നെ വന്നേ എനിക്ക് പറയാനുള്ളൂ. പക്കാ തെണ്ടിത്തനമാണ്. ഒരിക്കലും ആ പ്ലെയറിനോട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഈ പറയുന്ന രോഹിത് ശർമ്മ ഹട്ടാവരുത്. കാരണം നിങ്ങളവിടെ ഈ പറയുന്ന ആരാണ്, നമുക്ക് നാളത്തേക്ക് നോക്കിയാണ്, ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെക്കായിട്ടും കിരീടം അല്ലെങ്കിൽ കപ്പെടുത്തു തരാൻ അഹോരാത്രം ഒരിടത്തും മാറാതെ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളിപ്പറഞ്ഞു പോകാത്ത 1-2 പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട്. നിലവിലെ ഇന്ത്യൻ T20 ക്യാപ്റ്റനായ സ്കൈ നിങ്ങളുടെ ടീമിലാണ് ഉള്ളത്. എന്തുകൊണ്ട് അവന് ക്യാപ്റ്റൻ കൊടുത്തുകൂടാ? രോഹിത് ശർമ്മ സന്തോഷത്തോടെ കൊടുക്കുമായിരുന്നു. ഈ പറഞ്ഞ ബുംറയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾ ക്യാപ്റ്റൻസി കൊടുത്തില്ല? രോഹിത് ശർമ്മ അതിന് സന്തോഷത്തോടെ രോഹിത് ശർമ്മ എന്ത് ചെയ്യും, സമ്മതിക്കുമോ? നമുക്കറിയാം, നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടെ കുറ്റം പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി, അവിടെ പോയി, പണം കണ്ട് അവിടെ പോയി, അവിടെ നിന്ന് കണ്ടിട്ട് ഇവിടെ പണം തരാൻ വീണ്ടും ഇവിടെ വന്നിട്ട് ഇവനെ വിളിച്ചു വരുത്തി കണ്ടത് വേണ്ട. നമ്മേണ നീക്ക മുടിഞ്ഞോണ്ട് പോയിട്ട് 8 നിലയെ പൊട്ടണം. നിങ്ങളുടെ പിന്നീട് പറഞ്ഞതല്ല കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ജി.